ബാക്ക് ടു Xylem Learning. Yes, അപ്പൊ എല്ലാവരും ഇതാ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്നറിയാം. സോ 10th CBSE ബയോളജിയിൽ ഇനി നമുക്ക് ആകെ രണ്ട് ചാപ്റ്റേഴ്സും കൂടി റിവൈസ് ചെയ്യാനുള്ളൂ. ആ 2 ചാപ്റ്റർ നമുക്ക് ക്വിക്കായിട്ട് ഇന്നത്തെ ലൈവിൽ റിവൈസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം തന്നെ നമ്മളെ ലൈവിന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരിക. ഇതോടുകൂടെ നമ്മളെ ബയോളജിന്റെ റിവിഷൻ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഈ ഒരു ചാൻസ് നിങ്ങളുടെ ഒരൊറ്റ ഫ്രണ്ട്സിന് മിസ് ആവരുതെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാലോ, അതേപോലെ തന്നെ എന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാലോ. ഓക്കെ അല്ലേ? നിങ്ങള് യെസ് കമന്റ് ചെയ്തിടാ. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്നും പോരാ, നിങ്ങളെ പവർ ഇതൊന്നും അല്ല. അപ്പൊ നിങ്ങളെ പവർ മാക്സിമം കാണിച്ച് നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഒക്കെ ഉള്ളതാണ്. ആൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേന്റെ വിന്നറെ നമുക്ക് ഇന്ന് അനൗൺസ് ചെയ്യാനുള്ളതാണ്. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേന്റെ വിന്നറിനെ. അപ്പൊ നമ്മുടെ ലൈവിന്റെ 19th ഡേ ആണല്ലേ ഇന്ന്. അപ്പൊ ഈ 19th ഡേയില് 18th ഡേയുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ വിന്നർ ആരാന്നുള്ളത് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വിന്നറിന് കിട്ടാൻ പോകുന്നത് എത്ര എമൗണ്ട് ആണെന്നുള്ളതൊക്കെ ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയുണ്ടാവില്ല എന്താണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ ക്യാഷ് പ്രൈസ്. അപ്പൊ നിങ്ങൾക്ക് എത്ര ക്യാഷ് പ്രൈസ് കിട്ടണം എന്നുള്ളത് ആരാ തീരുമാനിക്കാൻ പോകുന്നത്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും. അതായത് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? സോ നിങ്ങൾ ഇവിടെ എത്ര പേരാണ് ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ 1000 പേരുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് പ്രൈസ്. ഇനി നിങ്ങൾ 100 പേരാണെങ്കിലോ അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ ക്യാഷ് പ്രൈസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയില് നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ആൻഡ് അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് നാളെയാണ്. മീൻസ് നാളെ വൈകിട്ട് വരെയാണ് നിങ്ങളുടെ സമയം. അപ്പൊ നാളെ വൈകിട്ട് വരെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാന്ന് മാത്രമല്ല, നാളെ വൈകിട്ട് 5 PM വരെയാണ് നിങ്ങളുടെ ടൈം. അതിനിടയിൽ കറക്റ്റ് ആൻസറും ആയിരിക്കണം. അതേപോലെ തന്നെ ഇന്നത്തെ ലൈവിനെ കുറിച്ചുള്ള കമന്റ് വേണം. പ്ലസ് നിങ്ങൾക്ക് ആ ഒരു കമന്റിനായിരിക്കണം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള കമന്റിനായിരിക്കും എന്തുണ്ടാവുക ഈ ഒരു പ്രൈസ് കിട്ടുന്നത്. അപ്പൊ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ വിന്നർ ആരാന്നുള്ളത് അറിയാനുള്ള ക്യൂരിയോസിറ്റി മേ ബി നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ ഇന്നലത്തെ ലൈവിലെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ വിന്നറിനെയാണ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഹിമാലയാണ് ഇന്നലത്തെ ലൈവിലെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ വിന്നർ. അപ്പൊ ഹിമാലയ ഇവിടെ ഉണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ്. ഹിമാലയ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഹിമാലയ ഹലോ, ഹിമാലയ ഉണ്ടോ ഇവിടെ? ഹിമാലയക്ക് കേൾക്കാമോ? ഹിമാലയ ഉണ്ടോ? ഹിമാലയ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഹിമാലയന്റെ കമന്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഹിമാലയ വരുമായിരിക്കും. ഹിമാലയ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഹിമാലയ എന്ത് ചെയ്തേ? ഹിമാലയ ജസ്റ്റ് ഒന്ന് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഹിമാലയ ചെയ്യേണ്ടത്, ഹിമാലയക്ക് എന്ത് അവിടെ ഒരു ഹിമാലയന്റെ കമന്റിന്റെ റിപ്ലൈ ആയിട്ട് നമ്മളൊരു നമ്പർ തന്നിട്ടുണ്ടാവും. ആ നമ്പറിൽ ഹിമാലയെ കോൺടാക്ട് ചെയ്യുക. എന്ത് ഹിമാലയ എന്ന് പറയാം, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം ഹിമാലയക്കുള്ള പ്രൈസ് ഹിമാലയനെ തേടിയെത്തും. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന 2 ചാപ്റ്റേഴ്സ് എന്ന് മക്കൾക്ക് അറിയാം. ചാപ്റ്റർ നമ്പർ 2 കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നതും വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് അതേപോലെ തന്നെ എക്സാമിന് വളരെ കുറച്ച് മാർക്കിന് മാത്രം, മാക്സിമം ഒരു 5 മാർക്ക് വരെയാണ് ഈ ഒരു 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 5 മാർക്കൊന്നും ഉണ്ടാവില്ല, 3 to 5 ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു 2 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങളുടെ അടുത്ത് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ്. ചാപ്റ്റർ നമ്പർ 2 ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആ ഒരു ചാപ്റ്ററിന്റെ നെയിമിൽ തന്നെ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിയർ യു ക്യാൻ സീ എ സ്ട്രക്ചർ ആൻഡ് വാട്ട് ഈസ് ദാറ്റ്. ഇവിടെ നിങ്ങൾ കാണുന്ന സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ ഓഫ് എ ബ്രെയിൻ. ഇപ്പൊ ബ്രെയിനും അതേപോലെ തന്നെ നെർവസ് സിസ്റ്റവും ആൻഡ് സ്പൈനൽ കോഡും റിഫ്ലക്സ് ആക്ഷനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഹിയർ ഫസ്റ്റ് ടോപ്പിക് ഈസ് ആനിമൽ നെർവസ് സിസ്റ്റം. ഫസ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് ആനിമൽ നെർവസ് സിസ്റ്റം ആണ്. ആനിമൽ നെർവസ് സിസ്റ്റം ആൻഡ് 3 important parts are here: brain, spinal cord and nerves. These are the 3 important parts of the animal nervous system. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ 3 important പാർട്ടുകളാണ്. ആൻഡ് ഈ ഓരോ പാർട്ടിന്റെ സ്ട്രക്ചേഴ്സും അതേപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസും എല്ലാം തന്നെ നമുക്ക് എവിടെയുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആൻഡ് ലെറ്റ് us start our session with the nerve cell. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ nerve cell ആണ്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് nerves. അപ്പോൾ എന്താണ് nerve cell എന്ന് പറഞ്ഞാൽ
നമ്മുടെ ബോഡിയിലെ ഈ ഒരു നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, ആ നെർവസ് സിസ്റ്റത്തിന്റെ എല്ലാം തന്നെ ബേസിക് യൂണിറ്റ് ആയിട്ട്. സോ ഹ്യൂമൻ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ലിവിങ് ബോഡിയിലെ ബേസിക് യൂണിറ്റ് ഏതാ? ഒരു ലിവിങ് ബോഡിയിലെ ബേസിക് യൂണിറ്റ് ഏതാ? കമന്റ് ചെയ്തേ. ഒരു ലിവിങ് ബോഡിയിലെ ബേസിക് യൂണിറ്റ് ഏതാണ്? ഏതാ ബേസിക് യൂണിറ്റ്? അറിയില്ല ആർക്കും? ഉത്തരില്ലേ? ഒരു ഹ്യൂമൻ ബോഡി ആണെങ്കിൽ അതിലെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലുകളാണല്ലേ. യെസ്, സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ്. അപ്പൊ ഈ ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ഈസ് നെർവ് സെൽ. നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നതാണ്. ഇലോങ്ങേറ്റ് ചെയ്ത് കിടക്കുന്ന സ്ട്രക്ചർ ആയിട്ടുള്ള ന്യൂറോൺ ആണ് ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ന്യൂറോണിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കേണ്ടത്. അഥവാ നെർവ് സെല്ലിന്റെ സ്ട്രക്ചർ എവിടെയുണ്ട്? നമ്മൾ NCERT പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ദ ലാർജസ്റ്റ് പാർട്ട്, അതായത് ഇലോങ്ങേറ്റഡ് പാർട്ട്, ലോങ് ഫിലമെന്റ് ഓഫ് ദ നെർവ് സെൽ ഏതാണ്? ആക്സോൺ ആണ്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡെൻഡ്രൈറ്റ്സ് കാണാം. ഡെൻഡ്രൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെസ്സേജുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇമ്പൾസുകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ക്യാരി ചെയ്യുന്നത്, ഈ ഒരു നെർവ് സെല്ലിന്റെ സെൽ ബോഡിയിലോട്ട് ക്യാരി ചെയ്യുന്നത്. ആൻഡ് സെൽ ബോഡിയിൽ ഇമ്പൾസുകൾ എത്തിക്കഴിഞ്ഞാൽ ആ ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഔട്ട്സൈഡിലോട്ട് ക്യാരി ചെയ്യുന്നതാണ് ഒരു ആക്സോൺ എന്ന് പറയുന്നത്, ദ ലോങ്സ്റ്റ് ഫിലമെന്റ് ഓഫ് ദ നെർവ് സെൽ. ആൻഡ് അതേപോലെ തന്നെ ആക്സോണിന്റെ ബ്രാഞ്ചുകളാണ് ആക്സോണൈറ്റുകൾ. ആക്സോണൈറ്റിന്റെ ടിപ്പിലായിട്ട് ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ആ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ആൻഡ് സിനാപ്റ്റിക് നോബാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹിയർ യു ക്യാൻ സി എ മസിൽ ഫൈബർ ആൻഡ് ഹിയർ യു ക്യാൻ സി എ നെർവ് സെൽ. അപ്പൊ ഈ ഒരു മസ്കുലാർ സെല്ലും അതേപോലെ തന്നെ നെർവ് സെല്ലും തമ്മിലുള്ള ആ ഒരു ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് സിനാപ്സ്. നമ്മൾ വിളിക്കുന്ന സിനാപ്സ് എന്നാണ്. So synapse is the junction between two nerve cell, ഒരു nerve cellും ആൻഡ് മറ്റൊരു nerve cellും, nerve cell, രണ്ട് nerve cellകൾ തമ്മിലുള്ള ജംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സിനാപ്സ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഒരു nerve cellും ആൻഡ് ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ആണെങ്കിൽ അതിനെയും നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും. ആൻഡ് ഒരു nerve cellും അതേപോലെ തന്നെ ഒരു മസ്കുലാർ സെല്ലാണെങ്കിൽ അതിൻ്റെയും ജംഗ്ഷൻ എന്ത് വിളിക്കും? സിനാപ്സ് എന്ന് വിളിക്കുന്നുണ്ട്. സോ സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു നെർവ് സെൽസ്, ഓർ എ നെർവ് സെൽ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ, ഓർ എ നെർവ് സെൽ ആൻഡ് എ മസ്കുലാർ സെൽ. സോ സിനാപ്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറച്ച് പറയുമോ? സ്പീഡ് കൂടുതലാണോ? അപ്പോൾ ഇതാണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിനാപ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. സ്പീഡ് കൂടുതലാണോ? എന്താ നൈട്രോ ഗെയിമറിന് മാത്രമാണോ സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നത്? എല്ലാവർക്കും സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടോടാ? കമന്റ് ചെയ്തേ. ഉണ്ടോ? നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? സ്പീഡ് കുറയ്ക്കാം. യെസ്, ആക്ച്വലി നമ്മൾ റിവിഷൻ ക്ലാസ് ആണിത്. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം, ആ രീതിക്കാണ്. യെസ്, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡെൻഡ്രൈറ്റ് കാണാം, ഡെൻഡ്രോൺ ഉണ്ട്. അതേപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ജംഗ്ഷൻ. എന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ ജംഗ്ഷനോ? എന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ ജംഗ്ഷൻ? എനിക്ക് മനസ്സിലായില്ല. ന്യൂറോ ട്രാൻസ്മിറ്റർ ജംഗ്ഷൻ അല്ല, നെർവ് സെല്ലിന്റെ ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഈ ആക്സോണൈറ്റിന്റെ ടിപ്പിൽ സിനാപ്റ്റിക് നോബുകൾ കണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ടിപ്പുകളിൽ നോബ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ആൻഡ് പറയാം കേട്ടോ, ഡെസ്ന പറയാം കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു ആക്സോണൈറ്റുകൾ സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകൾ, അതായത് ഒരു ഇമ്പൾസുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇമ്പൾസുകൾ ഈ ആക്സോണൈറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ ഉള്ള സിനാപ്റ്റിക് നോബുകൾ സെക്രീറ്റ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ, കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുക? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കുക കേട്ടോ. അൻസ അജിലാൽ ക്ലിയർ ആയോ? അൻസയ്ക്ക് ക്ലിയർ ആയോ? അപ്പൊ സിനാപ്സിന്റെ ഇമ്പോർട്ടൻസ്, സിനാപ്സ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ആണ്, ഒരു ജംഗ്ഷൻ ആണ്. അതായത് ഇത് രണ്ട് നെർവ് സെല്ലുകൾ കൂടിച്ചേരുന്ന ജംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു നെർവ് സെല്ലും ഒരു ഗ്ലാൻഡുലാർ സെല്ലും കൂടിച്ചേരുന്ന ജംഗ്ഷൻ, അതും അല്ലെങ്കിൽ ഒരു നെർവ് സെല്ലും ഒരു മസ്കുലാർ സെല്ലും കൂടിച്ചേരുന്ന ജംഗ്ഷൻ. ആ ജംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ പോർഷൻസ് ക്ലിയർ ആണോ? കമന്റ് ചെയ്തേ, ക്ലിയർ ആണോ അല്ലയോ എന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും കമന്റ് ചെയ്ത് ആൻസർ പോയോ? ആൻസർക്ക് ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഡെസ്ന ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ? ഡെസ്ന ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ മിസ് അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. പറയടാ, നിങ്ങൾ കമന്റ് ഒന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ആരും മിണ്ടാണ്ടിരിക്കുന്നേ.
ഇതൊന്നും അല്ല നിങ്ങളെ പവർ. കഴിഞ്ഞ ലൈവിൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. യെസ് മാം, യെസ് മാം. ഡെസ്ന, ഹലോ. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. യെസ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. വെൻ വി ആർ ടച്ചിങ് ഓൺ ഹോട്ട് ഒബ്ജെക്ട്സ്, ഹൗ ഡു വി ഡിറ്റക്ട് ദാറ്റ് വി ആർ ടച്ചിങ് എ ഹോട്ട് ഒബ്ജെക്ട്? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, യൂഷ്വലി നമ്മളൊരു ഹോട്ട് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്താ അപ്പോൾ ഫീൽ ചെയ്യാം? യെസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ട് ഗ്ലാസ് ഓഫ് ടീൻ്റെ മുകളിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഫീൽ ചെയ്യാം ഭയങ്കര ചൂടായിരിക്കും അല്ലേ, ഭയങ്കര ചൂടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹോട്ട്, നമുക്ക് ഹോട്ടാണെന്നുള്ളത് മനസ്സിലാവും. എന്താണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്കതൊരു ഹോട്ട് ഒബ്ജക്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ റീസൺ? യെസ്, എക്സാക്ട്ലി ദ റീസൺ ആർ റിസപ്റ്റേഴ്സ്. ഓൾ ഇൻഫോർമേഷൻ ഫ്രം അവർ എൻവയോൺമെന്റ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദ സ്പെഷ്യലൈസ്ഡ് ടിപ്പ് ഓഫ് സം നെർവ് സെൽസ്. ആൻഡ് അത് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതൊരു സ്റ്റിമുലൈ ആണ്. അപ്പോൾ ആ സ്റ്റിമുലൈനെ നമ്മൾ റിസപ്റ്റേഴ്സിൻ്റെ ആക്ഷനോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതൊരു ചൂടാണ്, ഹോട്ട് ഒബ്ജക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്. സോ ആക്ച്വലി വാട്ട് യു മീൻ ബൈ റിസപ്റ്റേഴ്സ്? ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് ഉണ്ടാവുന്ന സ്റ്റിമുലസിനെ എല്ലാം തന്നെ റിസീവ് ചെയ്യുന്ന ബോഡി പാർട്സിലെ സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് എന്ത് വിളിക്കുന്നത്? ദേ ആർ കോൾഡ് റിസപ്റ്റേഴ്സ്. ആ രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണെന്ത്, റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് റിസപ്റ്റേഴ്സ് ആർ യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ അവർ സെൻസ് ഓർഗൻസ്. എവിടേക്കാണ് ഈ റിസപ്റ്റേഴ്സ് ഉണ്ടാവുക? നമ്മുടെ സെൻസ് ഓർഗൻസിലാണ്. യെസ്, ഏതൊക്കെയാണ് നമ്മളെ സെൻസ് ഓർഗൻസ്? ഐ, ഇയർ, നോസ്, ടങ്, അതേപോലെ തന്നെ സ്കിൻ. ഈ 5 സെൻസ് ഓർഗൻസിലാണ് എന്തുണ്ടാവുക, ഈ റിസപ്റ്റേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവുക. ആൻഡ് അതേപോലെ തന്നെ ഇന്നർ ഇയറിലും നോസിലും ടെങ്ങിലൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആരെ കാണാൻ ചാൻസ് ഉള്ളത്, ഈ റിസപ്റ്റേഴ്സിനെ കാണാൻ ചാൻസ് ഉള്ളത്. കാരണം നമ്മളെ സറൗണ്ടിങ്സിൽ നിന്നുള്ള സ്റ്റിമുലൈകളെ എല്ലാം തന്നെ റിസീവ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടിൽ കൂടെയൊക്കെ തന്നെയല്ലേ മെയിനായിട്ട്. നമ്മൾ ഹാർട്ടിൽ കൂടെ നമ്മൾ പുറത്തുള്ള ചുറ്റുപാടുള്ള എൻവയോൺമെന്റിലുള്ള റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെൻസ് ഓർഗൻസിലൊക്കെ തന്നെയാണ് മെയിനായിട്ട് ആരുള്ളത്, റിസപ്റ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. And here you can see that the gustatory receptors are here in our tongue. ടെങ്ങിൽ എന്തുണ്ട്, ടേസ്റ്റ് ബഡുകളുണ്ട്. നമ്മളിൽ ആരും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റി ഫുഡ് ഐറ്റംസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടേസ്റ്റ് ബഡ്, അതേപോലെ തന്നെ പാപ്ലി നമ്മളെ ടെങ്ങിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഇവിടെയുണ്ട്, നമ്മളെ നോസിൽ കാണുന്നുണ്ട് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ റിസപ്റ്റേഴ്സ് നമ്മൾ സെൻസ് ഓർഗൻസിലെല്ലാം തന്നെ പ്രസന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ റിസപ്റ്റേഴ്സ് ക്ലിയർ ആണോ? റിസപ്റ്റേഴ്സ് ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കേ, റിഫ്ലക്സ് ആക്ഷൻ ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ. റിഫ്ലക്സ് ആക്ഷൻ. ആക്ച്വലി വാട്ട് ഈസ് റിഫ്ലക്സ് ആക്ഷൻ? ദ ഇൻവോളണ്ടറി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലസ്. അതായത് നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഒരു സ്റ്റിമുലസിനെ പെട്ടെന്ന് ഇപ്പം നമ്മളെ കണ്ണിലോട്ട് വല്ല ഫ്ലൈസും പറഞ്ഞു വരികയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഡൻ ആയിട്ട് ആ ഫ്ലൈസിനെ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ നമ്മൾ അടച്ചിട്ട് ഫ്ലൈസിനെ ഇങ്ങനെ ആക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്താ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അല്ലെ നമ്മൾ കണ്ണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് അടക്കുകയാണ്, നമ്മൾ അറിയാണ്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ കാലയിൽ വല്ല മുള്ളൊക്കെ തറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാല് പെട്ടെന്ന് വലിക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അല്ല, നമ്മൾ അറിയാണ്ട് ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. സഡൻ ആയിട്ട് ചെയ്യുന്ന ആ ഒരു ആക്ഷൻസിനെയാണ് എന്ത് പറയാം, റിഫ്ലക്സ് ആക്ഷൻ. ദ ഇൻസ്റ്റന്റേനിയസ് മൂവ്മെന്റ്, അതേപോലെ തന്നെ ഇൻവോളണ്ടറി മൂവ്മെന്റുകളായിരിക്കും ആര്, ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് റിഫ്ലക്സ് ആക്ഷൻ്റെ ഈ ഒരു പാത്വേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. അതായത് റിഫ്ലക്സ് ആക്ഷനിൽ ഈ സ്റ്റിമുലസ് പാസ് ചെയ്യുന്ന പാത്വേയിലെ ഇറ്റ് ഈസ് കോൾഡ് റിഫ്ലക്സ് ആർക്ക്. ദ പാത്വേ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ, പാത്വേ ഓഫ് റിഫ്ലക്സ് ആക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്, റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. സോ വെൻ വി ആർ ടച്ചിങ് ഓൺ എ ഹോട്ട് ഒബ്ജക്ട്, നമ്മളൊരു ഹോട്ട് ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഹീറ്റ് അല്ലെങ്കിൽ പെയിൻ ആണ്. ഇപ്പോൾ റിസപ്റ്റർ ഇൻ ദ സ്കിൻ, ഹീറ്റ് അല്ലെങ്കിൽ പെയിൻ റിസപ്റ്റർ ഇൻ ദ സ്കിൻ, അത് ആക്റ്റീവ് ആവുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്നിട്ട് ഈ കൈൻ്റെ ഇവിടെ നിന്നിട്ടുള്ള ഒരു ഇൻഫോർമേഷനെ ആര് ക്യാരി ചെയ്യുന്നുണ്ട്,
സെൻസറി ന്യൂറോൺസ് ഈ ഒരു ഭാഗത്തോട്ട് നമ്മളെ സ്പൈനൽ കോഡിന്റെ ഭാഗത്തോട്ട് സെൻസറി ന്യൂറോൺസ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് സ്പൈനൽ കോഡിന് മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോട്ടോർ ന്യൂറോൺ വഴി, ഇഫക്ടർ വഴി എന്ത് ചെയ്യുന്നുണ്ട്, മസിൽ ഇൻമാൻ. അപ്പോൾ ഇഫക്ടർ വഴി എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടോർ ന്യൂറോൺ വഴി ഇങ്ങോട്ടേക്ക് മീൻസ് ഇഫക്ടറിലോട്ട് ആ ഒരു മെസ്സേജ് മോട്ടോർ ന്യൂറോണ് എത്തിച്ചിട്ട് നമുക്ക് സഡൻ ആയിട്ട് ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൈ വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൈ വിഡ്രോ ചെയ്യണമെങ്കിൽ അത് എന്തിൻ്റെ ആക്ഷനാ, നമ്മളെ മസിലിൻ്റെ ആക്ഷനാണ് അല്ലേ. ഇപ്പോൾ മസ്കുലാർ ആക്ഷൻസ് എല്ലാം തന്നെ ഈ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാ, സ്പൈനൽ കോഡാണ്. എന്നാൽ നമ്മുടെ സെറിബ്രത്തിന്റെ അണ്ടറിൽ നടക്കുന്ന കുറച്ച് റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ട്. ഈവൻ നമ്മുടെ കണ്ണിലോട്ടൊരു ഫ്ലൈസ് വരുന്ന സമയത്ത് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് എന്തിൻ്റെ അണ്ടറിൽ നടക്കുന്നയാ, നമ്മുടെ കണ്ണിന്റെ മീൻസ് സെറിബ്രത്തിന്റെ അണ്ടറിൽ നടക്കുന്നതാണ്. അപ്പോൾ കണ്ണിൽ നിന്ന് സെറിബ്രത്തിലോട്ടാണ് ഇൻഫർമേഷൻ പോകുന്നത്, കണ്ണ് ബ്ലിങ്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള റിഫ്ലെക്സ് ആക്ഷനെ സെറിബ്രത്തിന്റെ അണ്ടറിൽ നടക്കുന്നതാണ് റിഫ്ലെക്സ് ആക്ഷൻ എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് വിളിക്കുന്നുണ്ട്, സെറിബ്രൽ റിഫ്ലെക്സ്. ആൻഡ് അതേപോലെ തന്നെ സ്പൈനൽ കോഡിന്റെ അണ്ടറിലാണ് സച്ച് കൈൻഡ്സ് ഓഫ് റിഫ്ലക്സ് ആക്ഷൻ, ഇതേപോലെയുള്ള റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, സ്പൈനൽ കോഡിന്റെ അണ്ടറിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സ്പൈനൽ റിഫ്ലെക്സ്. ഓക്കെ, ക്ലിയർ ആണോ? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആലിഫേ. അപ്പോൾ ആലിഫ് ലേറ്റ് ജോയിനിങ് ആണെങ്കിൽ ജസ്റ്റ് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ കണ്ടു നോക്കുക കേട്ടോ. ആൻഡ് ഇവിടെ വൺസ് മോർ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ആൻഡ് റിഫ്ലക്സ് ആക്ഷനിൽ ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു പാത്വേനെ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. ദ പാത്വേ ഓഫ് ദ റിഫ്ലെക്സ് ആക്ഷൻ ആണ്. ആൻഡ് റിഫ്ലെക്സ് ആക്ഷൻ നടക്കുന്നത് സെറിബ്രത്തിന്റെ അണ്ടറിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സെറിബ്രൽ റിഫ്ലെക്സ്. ആൻഡ് സ്പൈനൽ കോഡിന്റെ അണ്ടറിലാണെങ്കിൽ ഇറ്റ് ഈസ് സ്പൈനൽ റിഫ്ലെക്സ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. സോ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കേ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് ദ ബ്രെയിൻ. ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ആണ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ചു വയ്ക്കുക. ആൻഡ് വി ക്യാൻ ഡിവൈഡ് ദ ബ്രെയിൻ ഇൻ ടു 3, 4 ബ്രെയിൻ, അതേപോലെ തന്നെ മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻഡ് ബ്രെയിൻ. മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഹിയർ യു ക്യാൻ സി മെനി പാർട്സ്. സെറിബ്രം, അതേപോലെ തന്നെ സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, അതേപോലെ തന്നെ മിഡിൽ ഓബ്ലോങ്കേറ്റ. 5 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 5 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആൻഡ് ഓരോ പാർട്ട് ഫംഗ്ഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് സെറിബ്രം. സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ബ്രെയിനിനെ കണ്ടോ, ഇത്രയും വലിയ ലാർജസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇറ്റ് ഈസ് കോൾഡ് സെറിബ്രം. ആൻഡ് സെറിബ്രത്തിന്റെ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ടും അതേപോലെ തന്നെ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ടും ഉണ്ട്. അപ്പോൾ സെറിബ്രത്തിന് നമുക്ക് ആക്ച്വലി രണ്ടായിട്ട് പറയാം. ഗ്രേ കളേർഡ് ആയിരിക്കും ആര്, ഔട്ടർ പാർട്ട്. ആൻഡ് ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ് എന്ന്. ആൻഡ് അതേപോലെ തന്നെ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. ഓക്കെ, ആര് പറഞ്ഞു മുഹമ്മദ് ഹസ്മിലെ റിഫ്ലക്സ് ആക്ഷൻ ബ്രെയിനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്ന്? ഇവിടെ മിസ് പറഞ്ഞല്ലോ, സെറിബ്രൽ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രം ആണെന്ന്. അപ്പൊ സെറിബ്രം എന്ന് പറയുന്ന ബ്രെയിനിന്റെ പാർട്ടല്ലേ ഹസ്മിലെ? അപ്പോൾ ഈ ഒരു സെറിബ്രത്തിന്റെ ഇമ്പോർട്ടൻസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമേജിനേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി, ഇമേജിനേഷൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് സെറിബ്രമാണ്. അതേപോലെ തന്നെ ഇവോക്ക് സെൻസേഷൻസ്, ഈ സെൻസറി എക്സ്പീരിയൻസസ് ഉണ്ടാവില്ലേ നമ്മുടെ കണ്ണിൽ കൂടെയും മൂക്കിൽ കൂടെയും ചെവിയിൽ കൂടെയും ഒക്കെ തന്നെ സെൻസ് ഓർഗൻ. ഇത് ബോർഡ് എക്സാം ഫിഗർ ചോദിച്ച് എങ്ങനെ വരയ്ക്കും, വരയ്ക്കാൻ പാടില്ല. ഫിഗർ അല്ലെന്നോ, പാടുള്ള ഫിഗർ അല്ലേന്നോ, എന്താ ചോദിക്കുന്നത്? നൈട്രോ ഗെയിമർ ആയിരിക്കും. വരയ്ക്കാൻ പാടാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ എന്ത് ചെയ്യുക, വരച്ച് പഠിക്കുക കേട്ടോ. ആൻഡ് കൺട്രോൾ വോളണ്ടറി ആക്ഷൻസ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ആക്ഷൻസിനെ മീൻസ് അതിനെയാണ് എന്ത് പറയാ, വോളണ്ടറി മൂവ്മെന്റ്സ്. അപ്പോൾ വോളണ്ടറി മൂവ്മെന്റ്സ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ആരാ, സെറിബ്രമാണ്. ആൻഡ് ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് features of the cerebrum. And second one is cerebellum. Cerebellum എന്ന് പറഞ്ഞാൽ second largest part of the brain ആണ്. And it is seen behind the cerebrum as 2 flaps. നമ്മുടെ സെറിബ്രത്തിന്റെ ബിഹൈൻഡ് ആയിട്ട് 2 ഫ്ലാപ്പുകളായിട്ട്, ഇങ്ങനെ 2 ഫ്ലാപ്പുകളായിട്ട് കാണുന്നതാണ് ഇത് സെറിബെല്ലം. ആൻഡ് വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് സെറിബെല്ലം? സെറിബെല്ലം
coordinates muscular activities and maintain equilibrium of the body. അതായത് നമ്മുടെ മസ്കുലാർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും ചെയ്തിട്ട് ബോഡിന്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത പാർട്ടാണ് ഇത് സെറിബെല്ലം. ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, പഠിച്ചു വെച്ചോളൂ. ആൻഡ് തേർഡ് വൺ ഈസ് മെഡുല ഒബ്ലോങ്കേറ്റ, സീൻ ബിലോ ദ സെറിബ്രം നിയർ ദ സെറിബെല്ലം. സെറിബ്രത്തിന് താഴെയായിട്ട് സെറിബെല്ലത്തിന് അടുത്തായിട്ട് കാണുന്ന പാർട്ടാണ് ഇത് മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ, പടൂല ഫിഗർ അല്ലെന്നോ, പാടുള്ള ഫിഗർ എന്നാണോ? പാടുള്ളതാണെങ്കിൽ ഔട്ട്ലൈൻ വരച്ചിട്ട് പഠിക്കുക കേട്ടോ. ആൻഡ് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. അപ്പോൾ സെറിബ്രം വോളണ്ടറി ആക്ഷൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ മെഡുല ഒബ്ലോങ്കേറ്റ എന്താ കൺട്രോൾ ചെയ്യുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, അതേപോലെയുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് മെഡുല ഒബ്ലോങ്കേറ്റ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഈസ് തലാമസ്. തലാമസ് ഈസ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ടാണ് ആരെ കാണുക? തലാമസിനെ കാണുന്നത്. ആൻഡ് ഇത് സെറിബ്രം ആണെങ്കിൽ അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആരുണ്ടാവുക? തലാമസ് ഉണ്ടാവുന്നത്. ആൻഡ് അതേപോലെ തന്നെ ആക്ട് ഈസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അതായത് സെറിബ്രത്തിലോട്ട് വരുന്ന ഇമ്പൾസുകളെ എല്ലാം തന്നെ അതിൽ ഏതാണോ ആവശ്യമുള്ളത്, മീൻസ് ഏതാണോ സെറിബ്രത്തിൽ എത്തേണ്ടത് അങ്ങോട്ടേക്ക് എത്തുന്ന ആ ഒരു സംഭവത്തിന്, മീൻസ് അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ഇൻഫർമേഷൻസിനെ എല്ലാം തന്നെ സെറിബ്രത്തിലോട്ട് എത്തിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, okay ma'am, okay dear, it's clear right? Yes, he's saying it is hard. If it is hard, you just practice it. Okay, in the practice the outline varachittu practice cheyyata. And next one is hypothalamus. Hypothalamus is situated below the thalamus and it is the main station, means its major function is to maintain homeostasis. Maintain ചെയ്യുന്ന പാർട്ടാണ് ഇത് hypothalamus. And these are the 5 important parts of the brain and their functions. അപ്പോൾ ഈ 5 important functions എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹൗ അതർ ടിഷ്യൂസ് ഇസ് പ്രൊട്ടക്റ്റഡ്. ഹൗ ഈസ് അവർ ബ്രെയിൻ ഇസ് പ്രൊട്ടക്റ്റഡ്? ആക്ച്വലി ബ്രെയിൻ ഇസ് പ്രൊട്ടക്റ്റഡ് inside a Bonnie box, and here you can see a Bonnie box, and here brain is protected inside a Bonnie box and it is in the skull. And for the protection of the brain we can see a 3-layered membrane called meninges, and also a fluid is the cerebrospinal fluid, otherwise it is called CSF. And CSF are seen in between the 3 layers of the meninges, and the cerebrospinal fluid help to protect the brain. Okay, അപ്പോൾ ഇത്രയാണ് ബ്രെയിനിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് how is our spinal cord is protected, and how our spinal cord is protected. The vertebral column inside the vertebral column or backbone protects the spinal cord. Okay, and next one is how does the nervous tissues cause action? എങ്ങനെയാണ് ഈ nervous tissues ആക്ട് ചെയ്യുന്നത്? സോ ഹൗ ആനിമൽസ് മസിൽ മൂവ്സ്, എങ്ങനെയാണ് ആനിമൽസിന്റെ മസിൽസ് മൂവ് ചെയ്യുന്നത്? വെൻ എ നെർവ് ഇമ്പൾസ് റീച്ച് ദ മസിൽ ഫൈബർ മൂവ്. അപ്പം ഒരു നെർവ് ഇമ്പൾസ് ആനിമൽ മസിലിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? മസിൽ ഫൈബർ മൂവ് ചെയ്യുന്നുണ്ട്. So how does the animal cell move? എങ്ങനെയാണ് ആനിമൽ സെല്ല് മൂവ് ചെയ്യുന്നത്? The muscle cell will move by changing their shape and they are shortened. അപ്പോൾ ഈ മസിൽ സെൽസ് എന്ത് ചെയ്യാം? ആനിമൽ മസിൽ സെൽസിന് അവരുടെ ഷേപ്പ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദീസ് ഓൾ ആർ ദ actions of nervous system. And how do the muscle cell change their shape? എങ്ങനെയായിരിക്കും അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക? Yes, the muscle cells have some special proteins that changes both their shape and their arrangement in response to the nervous electrical impulses. അപ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ ഇവിടെ കാണുന്നുണ്ട്, ഈ മസിൽ സെൽസിൽ കാണുന്നുണ്ട്. And here you can see that a single muscle cell, അതേപോലെ തന്നെ ഇൻസൈഡ് ദ മസിൽ സെൽ, ഇത്രയും പാർട്ടുകൾ എവിടെയുണ്ട്? മസിൽ സെൽസിൻ്റെ ഇൻസൈഡിലായിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് ഓർമ്മിച്ച് വയ്ക്കുക. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് വാക്കിംഗ്? ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ എന്താണ് റിഫ്ലെക്സ് ആക്ഷനും വാക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്? റിഫ്ലെക്സ് ആക്ഷനും വാക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ?
Yes, പറഞ്ഞേ. So a reflex action is a spontaneous or rapid involuntary act while walking is a voluntary action. Actually reflex action എന്ന് പറഞ്ഞാൽ involuntary action ആണ്, and ഇവിടെ walking എന്ന് പറഞ്ഞാൽ it is a voluntary. നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആക്ഷനാണ് ഇത്. നമ്മൾ വിചാരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, വോളണ്ടറി ആക്ഷൻ. അതാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് Archana, this is Malayalam. Okay, most of the students are Malayali, so this is Malayalam. Okay, Archana, so you just refer these slides, otherwise you will get trouble. Okay, your slides, you just refer these slides and then you will get the actual notes. Okay, yes. So voluntary and involuntary actions. Yes, Nitro Gamer, you are absolutely right. The language called as Malayalam. Eda namlu Malayalis alle, we are Malayalis no, appo ningalku Malayalam ariyille. Yes, whatever it. And most of the reflex action is conveyed through the spinal cord, and the brain also perform a reflex while walking is controlled by the brain. അപ്പം ഈ വാക്കിംഗ് എന്ന് പറയുന്ന വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാ? വാക്കിംഗ് എന്ന് പറയുന്നത് വോളണ്ടറി ആക്ഷൻ ആണ്. ആൻഡ് ആക്ച്വലി വി നോ ദാറ്റ് ദ വോളണ്ടറി ആക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ അവർ ബ്രെയിൻ. അല്ലെ, വോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് അറ്റ് ദ സിനാപ്സ് ബിറ്റ്വീൻ two neurons. So a synapse means the gap between two neurons, and at the synapse the electric signals converted into chemicals that can easily cross over the gap and pass on the next neuron, where it again convert into electric signals. അപ്പോൾ സിനാപ്സിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഇമ്പൾസുകൾ പാസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇലക്ട്രിക് മെസ്സേജുകൾ കെമിക്കൽ മെസ്സേജുകളായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ക്വിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിനാപ്സിൽ കൂടെ ഇമ്പൾസുകൾ പാസ് ചെയ്യുന്നുണ്ട്. Okay, and next one is which part of the brain maintains the posture and equilibrium of the body. പറഞ്ഞേ, നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടാണ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി? മസ്കുലാർ ആക്ഷൻസ് കൺട്രോൾ ചെയ്തിട്ട് ബോഡീൻ്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോഡി മീൻസ് ബ്രെയിനിന്റെ പാർട്ട് ഏതാണ്? പറഞ്ഞ് കമന്റ് ചെയ്തിട്ട് ആര് ഫസ്റ്റ് കമന്റ് ചെയ്യാൻ നോക്കട്ടെ, ഏത് പാർട്ടാണ്? യെസ്, ഇറ്റ് ഈസ് സെറിബെല്ലം. സെറിബെല്ലം ആണ് എന്ത് ചെയ്യുന്നത്, ബോഡീൻ്റെ മസ്കുലർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്തിട്ട് ബോഡീൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹൗ ഡു ദ ഡിഫക്ട് ദ സ്മെൽ ഓഫ് ആൻ അഗർബതി. നമുക്ക് എങ്ങനെയാണ് അഗർബതിൻ്റെ സ്മെല്ല് കിട്ടുന്നത്? ദ സെൻറ്റ് ഓഫ് ദ ഇൻസെൻസ് സ്റ്റിക്ക് ഇനീഷ്യലി റീച്ചസ് അവർ നോസ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോസിൽ എത്തുന്നുണ്ട്, ആൻഡ് വിത്ത് where it is detected by the olfactory receptors, which is the receptors present in our nose. നമ്മളെ നോസിൽ പ്രസന്റ് ആയിട്ടുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്മെല്ല് കിട്ടുന്നുണ്ട്. ആൻഡ് ദ റിസപ്റ്റേഴ്സ് then send electrical signals to the forebrain with this information. അപ്പോൾ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർബ്രെയിൻ്റെ പാർട്ടായിട്ട് സെറിബ്രത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് എത്തുന്നുണ്ട്. ഓക്കെ, and here you can see the olfactory receptors, and nose olfactory receptors ആണ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. And what is the role of brain in reflex action? The brain will receive the sensory input while the reflex is being carried out, and analysis of the signals takes place after reflex action. അപ്പോൾ ബ്രെയിനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഈ ഒരു റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്നുണ്ട്. And next we are going to discussing about the type of movements in plants. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ആനിമൽസിൽ ഉള്ള ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത്, ആൻഡ് ആനിമൽസിനെ കുറിച്ചിട്ടായിരുന്നു, പിന്നെ ആനിമൽ സെല്ലിനെ കുറിച്ചായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ് മൂവ്മെന്റ്, ആക്ച്വലി വി ക്യാൻ ഡിവൈഡ് ദ പ്ലാന്റ് മൂവ്മെന്റ് ഇൻ ടു ടു. ദേ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഗ്രോത്ത് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് ഓൺ ഗ്രോത്ത്. ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ആൻഡ് ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യായിട്ടും ടു കൈൻഡ് ഓഫ് plant movements are there. Okay, so how do the leaves moves in response? അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണാറുണ്ടോ ടച്ച് മീ ഓർ നോട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ്. തൊട്ടാവാടി ചെടി കണ്ടിട്ടുണ്ടോ? തൊട്ടാവാടി ചെടി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൊട്ടാവാടി ചെടിയുടെ സ്പെഷ്യാലിറ്റി എന്താ? ടച്ച് മീ ഓർ നോട്ട് പ്ലാന്റിന്റെ സ്പെഷ്യാലിറ്റി എന്താ? കമന്റ് ചെയ്തേ. എന്താ സ്പെഷ്യാലിറ്റി?
Yes, so in that speciality is the movement happens at the point of different from point of touch, and here the information of call must be communicated. അല്ലേ, അപ്പം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, വാടുന്നുണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി എല്ലാം തന്നെ ഈ ഒരു തൊട്ടാവാടി പ്ലാന്റിനുണ്ട്. ആൻഡ് വേറൊരു ടൈപ്പ് മൂവ്മെന്റ് നോക്കിക്കേ, ഇങ്ങനെ ക്ലൈംബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത്, അപ്പോൾ ആക്ച്വലി ഇതൊരു ക്ലൈംബർ ആണെങ്കിൽ ഈ ക്ലൈംബർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിപ്പോൾ ഒരു ക്ലൈംബർ ആണെന്ന് കരുതിക്കോ, ഇതൊരു ക്ലൈംബർ ആണെങ്കിൽ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റുകളല്ലേ പ്ലാന്റ് നടക്കുന്നത്. വെൻ ടച്ച് ഇറ്റ് കൺട്രാക്ട് ചെയ്യാ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്ലാന്റിൽ നടക്കുന്ന 2 kind of മൂവ്മെന്റുകളാണ്. സോ ദ എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് സച്ച് ആസ് ലൈറ്റ്, ഗ്രാവിറ്റി will changes the direction of the plant part grown in. So നമ്മളുടെ എൻവയോൺമെന്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്രോത്തിനെ എല്ലാം തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റിനെ എല്ലാം തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദാറ്റ് ഫോട്ടോട്രോപ്പിസം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബണ്ടിങ് ഓഫ് ദ പ്ലാന്റ് ടുവേർഡ്സ് ദ ലൈറ്റ്. ഒരുപാട് പ്ലാന്റുകൾ ഇങ്ങനെ സണ്ണിന് നേരെയായിട്ട് ബെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ആക്ച്വലി ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോട്രോപ്പിസം. So phototropism means the orientation of plant in response towards the source of light. എവിടെയാണോ ലൈറ്റിന്റെ സോഴ്സ് ഉള്ളത് ആ ലൈറ്റിന്റെ സോഴ്സിന് നേരെയായിട്ട് പ്ലാന്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജിയോട്രോപ്പിസം. ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 types. അപ്പോൾ ജിയോട്രോപ്പിസം എന്തിന്റെ ബേസിലായിരിക്കും, ഗ്രാവിറ്റിയുടെ ബേസിലായിരിക്കും ജിയോട്രോപ്പിസം, ഗ്രാവിറ്റി. So geotropism, positive geotropism means towards the gravity, and negative geotropism means against the gravity. 2 ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പോസിറ്റീവ് ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി എവിടെയാണോ എങ്ങോട്ടേക്കായിരിക്കും, ടുവേർഡ്സ് ദ എർത്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൂട്ട് എന്താ ചെയ്യുന്നത്, എർത്തിലോട്ട്, അതായത് ടുവേർഡ്സ് ദ എർത്ത് ആയിരിക്കും എന്തുണ്ടാവുക, റൂട്ടിന്റെ ഗ്രോത്ത് ഉണ്ടാവുക. അതിനെ വിളിക്കുന്നത് എന്താ, പോസിറ്റീവ് ജിയോട്രോപ്പിസം എന്നാണ്. എന്നാൽ നെഗറ്റീവ് ജിയോട്രോപ്പിസോ, ഇവിടെ സ്റ്റെംസ് എങ്ങനെയുണ്ടാവുക, സ്റ്റെംസ് ടുവേർഡ്സ് ദ എർത്ത് ആണോ ഗ്രോ ചെയ്യുക, അല്ല മുകളിലോട്ടാണ് അല്ലേ. സോ സ്റ്റെമ്മ് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ചെയ്തിട്ടായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ജിയോട്രോപ്പിസം. ആൻഡ് നെഗറ്റീവ് ജിയോട്രോപ്പിസം മീൻസ് വെൻ ദ പ്ലാന്റ് ഗ്രോസ് away from the force of gravity or against of the force of gravity, it is called negative geotropism. And next one is positive geotropism. So when a root grows in the direction of the force of gravity, that is towards the ഗ്രാവിറ്റിക്ക് നേരെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ജിയോട്രോപ്പിസം. ഓക്കെ, അപ്പോൾ ഇതാണ് നെഗറ്റീവ് ജിയോട്രോപ്പിസം ആൻഡ് പോസിറ്റീവ് ജിയോട്രോപ്പിസം. സോ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോട്ടോട്രോപ്പിസം അതേപോലെ തന്നെ ജിയോട്രോപ്പിസം ആണ്. ആൻഡ് ഹൈഡ്രോട്രോപ്പിസം ഉണ്ട്, ഹിമോട്രോപ്പിസം ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാന്റ് മൂവ്മെന്റുകൾ ഉണ്ട്. And next we have to study about the plant hormones. Different plant hormones help in the coordinate growth, development and response to the environment. So such kinds of plant hormones are auxins, cytokinins, abscisic acid. സോ ഈ 3 പ്ലാന്റ് ഹോർമോൺസും എങ്ങനെയാണ് പ്ലാന്റിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓക്സിൻസ്. ഓക്സിൻസ് ഹെൽപ്പ് ചെയ്യുന്നത് സെൽ ഗ്രോത്ത്, സെൽ എലോങ്ങേഷൻ, അതേപോലെ തന്നെ പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ. ഇത്രയും കാര്യങ്ങൾക്കാണ് ഓക്സിൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. സെല്ല് ഗ്രോ ചെയ്യണം അല്ലെ, സെൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലാന്റ് ബോഡിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആൻഡ് സെല്ല് ഇലോങ്ങേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ടെർമിനൽ ബഡുകളെല്ലാം തന്നെ, ടെർമിനൽ ആയിട്ടുള്ള ബഡുകളെല്ലാം തന്നെ ഗ്രോ ചെയ്താൽ മാത്രമേ പ്ലാന്റിന്റെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ, പ്ലാന്റ്സ് നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നുണ്ട്, ആ പ്ലാന്റിൽ ഫ്രൂട്ട് ഫോർമേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്സിൻസ് എന്ന plant hormone. And the next one is cytokinin, cell growth, cell division, cell differentiation. അപ്പോൾ സെൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെൽ ഡിവിഷൻ, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യണം, ആൻഡ് ആ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്. ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ, ഇത് 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് പ്ലാന്റ് ഹോർമോൺ ഈസ് അബ്സിസിക് ആസിഡ്, ഡോർമൻസി ഓഫ് ദ എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് ദ റിപ്പൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. അതായത് ഫ്രൂട്ടും ലീഫൊക്കെ തന്നെ, ലീഫെല്ലാം തന്നെ റിപ്പൻഡ് ആയി കഴിഞ്ഞാൽ ചെയ്യണം, ഫാൾ ചെയ്യുന്നുണ്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അബ്സിസിക് ആസിഡ്. ക്ലിയർ ആണോ? 3 പ്ലാന്റ് ഹോർമോൺസ് ഓക്കെ ആണോ? യെസ്, ജിബർലിൻ ഉണ്ട്, എത്തിലിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാന്റ് ഹോർമോൺസ് വേറെ ഉണ്ട് കേട്ടോ.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? യെസ് കമന്റ് ചെയ്യൂ. ഓക്കെ ആണോ? അതേപോലെ തന്നെ പ്ലാന്റ് ഹോർമോൺസിന്റെ കേസിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസും ഉണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. മീൻസ് ആർട്ടിഫിഷ്യലി അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ്. യെസ് ഓക്കെ അല്ലേ? എല്ലാവരും കമന്റ് ചെയ്തേ. എല്ലാവരും കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് എന്തൊരു ഉഷാറില്ലാത്തേ? യെസ് ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വാട്ട് ആർ പ്ലാന്റ് ഹോർമോൺസ്? ഇതൊക്കെ നമ്മൾ NCERT-യിലുള്ളതാണ്. വാട്ട് ആർ പ്ലാന്റ് ഹോർമോൺസ്? ദ പ്ലാന്റ് ഹോർമോൺസ് ആർ ദ കെമിക്കൽ കോമ്പൗണ്ട്സ് പ്രസന്റ് ഇൻ വെരി ലോ കോൺസെൻട്രേഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെല്ലാം വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വെരി ലോ കോൺസെൻട്രേഷനിൽ പ്രസന്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് പ്ലാന്റ് ഹോർമോൺസ്. ആൻഡ് ഓക്സിൻസ്, ജിബറിന്, സൈറ്റോകൈനിന്, എത്തിലിന്, അബ്സിസിക് ആസിഡ്, ഇതെല്ലാം തന്നെ വേരിയസ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ് ഹോർമോൺസ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ലീവ്സ് ഓഫ് ദ സെൻസിറ്റീവ് പ്ലാന്റ് ഡിഫർ ഫ്രം ദ മൂവ്മെന്റ് ഓഫ് ഷൂട്ട് ടുവേർഡ്സ് ദ ലൈറ്റ്. അപ്പം സെൻസിറ്റീവ് പ്ലാന്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ഗ്രോത്ത്, അതായത് മൂവ്മെന്റ് നടക്കുന്നത് ഗ്രോത്തിന്റെ ആ ബേസിലായിരിക്കില്ല. സ്റ്റിമുലസ് എന്താണോ അതിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. ആൻഡ് വൈൽ ദ ഷൂട്ട് ടുവേർഡ്സ് ദ ലൈറ്റ് ഈസ് ഗ്രോത്ത് റിലേറ്റഡ് നോൺ ആസ് ഫോട്ടോട്രോപ്പിസം. അപ്പൊ ഈ ഒരു ഫോട്ടോട്രോപ്പിസിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, ഷൂട്ടിന്റെ അല്ലെങ്കിൽ സ്റ്റെമിന്റെ ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസുകളാണ് അത് തമ്മിൽ ഉള്ളത്. ആൻഡ് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ദ പ്ലാന്റ് ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിൻ ആണ്. ആൻഡ് ഹൗ ഡു ഓക്സിൻസ് പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ദ ടെൻഡ്രിൽസ് അറൌണ്ട് ദ സപ്പോർട്ട്? എങ്ങനെയാണ് ഓക്സിൻസ് ഒരു പ്ലാന്റിന് അതിന്റെ ടെൻഡ്രിൽസിന് സപ്പോർട്ടിന്റെ ടുവേർഡ്സ് ആയിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, സോ ഓക്സിൻസ് ഹെൽപ്പ് ഇൻ ദ സെൽ ഗ്രോ ലോങ്ങർ. അപ്പോൾ സെൽ ഗ്രോത്ത് ലോങ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, സെൽ നന്നായിട്ട് ലോങ് ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് വെൻ ടെൻഡ്രിൽസ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് സപ്പോർട്ട്, ഓക്സിൻ സ്റ്റിമുലേറ്റ്സ് ഫാസ്റ്റർ ഗ്രോത്ത് ഓഫ് ദ സെൽസ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. ദാറ്റ്സ് വൈ ദ ടെൻഡ്രിൽസ് ഫോംസ് എ കോയിൽ അറൌണ്ട് ദ സപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഇപ്പം ടെൻഡ്രിൽ ആണെങ്കിൽ ആൻഡ് ഇതൊരു സപ്പോർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓക്സിൻസ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ കോയിൽ പോലെ കേളി ആയിട്ടൊരു കോയിൽ പോലെ ഈ ടെൻഡ്രിൽസ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ദ ഇമ്പോർട്ടൻസ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിസൈൻ ആൻഡ് എക്സ്പെരിമെന്റ് ടു ഡെമോൺസ്ട്രേറ്റ് ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോട്രോപ്പിസം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ബീക്കർ എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ സീഡ് ജസ്റ്റ് ഇട്ട് വെക്കാം. ആൻഡ് മറ്റതിൽ നമുക്ക് എന്ത് ചെയ്യാം, മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ മോയിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ പ്ലാന്റ് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. അപ്പോൾ നമുക്ക് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയാൻ പറ്റും. And next we have to discuss the last topic in this chapter. It is hormones in animals. എന്താണ് animal hormones എന്ന് പറഞ്ഞാൽ? So hormones are the regulatory substances produced in an organism and transport it into the tissue fluid such as blood to stimulate the specific cell or tissue in action. അപ്പോൾ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹോർമോൺ എന്താണ്? ഹോർമോൺസ് are the chemical substances or കെമിക്കൽ മെസ്സേജസ് ആണ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്? ആ ഒരു ബോഡിയിലെ നമ്മുടെ ബോഡിക്ക് ഗ്രോത്തിനോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനൊക്കെ തന്നെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹോർമോൺസ്. ആൻഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാറ് ഗ്ലാൻഡുകളാണ്. ആൻഡ് ഗ്ലാൻഡ്സ് ആർ കോൾഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. യൂഷ്വലി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. സോ വി ഹാവ് ടു സ്റ്റഡി സം ഹോർമോൺസ് ആൻഡ് സം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് present in our body. So major endocrine glands in human body. സോ മെയിൽസിലും ഫീമെയിൽസിലും സ്ലൈറ്റ് ആയിട്ട് ചെറിയ ഡിഫറൻസുകളുണ്ട്. മെയിൽസിലും ഫീമെയിൽസിലും ഒക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് പിറ്റ്യൂട്ടറി, പൈനിയൽ, തൈറോയിഡ്, തൈമസ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, അതേപോലെ തന്നെ പാൻക്രിയാസ്, ഓവറി. ആൻഡ് സെക്സ് റിലേറ്റ് ചെയ്തിട്ട് ഓവറി എവിടെയുണ്ട്? ഫീമെയിൽസിൽ കാണുന്നുണ്ട്. ആൻഡ് മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസ് കാണുന്നുണ്ട്. അപ്പോൾ വി ഹാവ് ടു സ്റ്റഡി സം ഹോർമോൺസ്. നമുക്ക് കുറച്ച് ഹോർമോണുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ തൈറോക്സിൻ ആണ്. തൈറോക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ആൻഡ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് റെഗുലേറ്റ് കാർബോഹൈഡ്രേറ്റ്, proteins and fat metabolism in body and provide the best balance to the growth. അതായത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും ഒക്കെ തന്നെ മെറ്റബോളിസം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ്
അയഡിൻ ഈസ് എൻ എസെൻഷ്യൽ സിന്തസിസ് ഓഫ് തൈറോക്സിൻ. അപ്പം തൈറോക്സിൻ്റെ സിന്തസിസിന് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒന്നാണ് അയഡിൻ എന്ന് പറയുന്നത്. സോ അയഡിൻ്റെ കേസിൽ അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിൻ്റെ സിന്തസിസിന് അത് ഹെൽപ്പ് ചെയ്യും. ആ സമയത്ത് നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത് വരുന്നുണ്ട് അയഡിൻ്റെ ആബ്സെൻസിൽ. അങ്ങനെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തിട്ടാണ് ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻസിലോട്ട് എത്തുന്നത്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് എ ഗോയിറ്റർ. Okay, and the next hormone is growth hormone secreted by the pituitary gland. Pituitary gland is secreting the hormone ആണ് growth hormone. And growth hormone എന്താ ചെയ്യുന്നത്? Yes, it regulate the growth and development of the body. ബോഡീൻ്റെ ഗ്രോത്തും ഡെവലപ്മെന്റ് എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ. ആൻഡ് ഇഫ് ദർ ഇസ് എ ഡെഫിഷ്യൻസി ഓഫ് ദിസ് ഹോർമോൺ ഇൻ ചൈൽഡ്ഹുഡ്, അപ്പം ചൈൽഡ്ഹുഡിൽ ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനിലോട്ട് എത്തിക്കുന്നുള്ളത് ഇറ്റ് ഈസ് കോൾഡ് ഡ്വാർഫിസം. ആൻഡ് അതേപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ എ കണ്ടീഷൻ കോൾഡ് ജൈജാന്റിസം. ആൻഡ് ഈ ഗ്രോത്ത് ഹോർമോണ് ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസിന് ശേഷമാണ് വേരിയേഷൻ ഉണ്ടാവുന്നതാണെങ്കിൽ ആ കണ്ടീഷനെയാണ് എക്രോമെഗാലി എന്ന് പറയുന്നത്. എക്രോമെഗാലി ആഫ്റ്റർ ഗ്രോത്ത് ഫേസിന് ശേഷമാണ് ഈ ഒരു ഗ്രോത്ത് ഹോർമോൺസിൽ ചേഞ്ച് ഉണ്ടാകുന്ന വെച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് എക്രോമെഗാലി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ഈസ്ട്രോജൻ. ആൻഡ് ദാറ്റ് dramatic changes in 10 to 12 years of the age. testosterone in male and estrogen in female. അതായത് മെയിൽസിലും അതേപോലെ തന്നെ ഫീമെയിൽസിലുമുള്ള സെക്സ് ഹോർമോൺസ് ആണ് ഇത് രണ്ടെണ്ണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻസുലിൻ. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദ പാൻക്രിയാസ് ആൻഡ് ഇറ്റ് ഹെൽപ്പ് ടു റെഗുലേറ്റിംഗ് ദ ബ്ലഡ് ഷുഗർ ലെവൽ. ഇപ്പോൾ നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ എത്രയാണെന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക, 70 to 110 mg/100 ml. And if it is not secreted in proper amount, the sugar level in the blood rises, causing many harmful effects. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹാംഫുൾ എഫക്ട്സ് ഈ ഒരു ഷുഗറിലെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഹൗ ഡസ് ദ കെമിക്കൽ കോർഡിനേഷൻ ടേക്സ് പ്ലേസ് ഇൻ ആനിമൽസ്? ആനിമൽസിൽ എങ്ങനെയാണ് കോർഡിനേഷൻ നടക്കുന്നത്? സോ ഇൻ ആനിമൽസ് ദ കെമിക്കൽ കോർഡിനേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഹോർമോൺസിൽ കൂടിയാണ് ആനിമൽസിൽ കെമിക്കൽ കോർഡിനേഷൻ നടക്കുന്നത്. ആൻഡ് ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് why is the use of iodinated salt advisable? എന്തിനാണ് അയഡിൻ റിച്ച് ആയിട്ടുള്ള സാൾട്ട് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അയഡിൻ റിച്ച് ആയിട്ടുള്ള സാൾട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ്റെ പ്രൊഡക്ഷന് അയഡിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ അയഡിൻ്റെ ആബ്സെൻസിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അയഡൈസ്ഡ് സാൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വൈ ആർ സം പേഷ്യൻസ് ഓഫ് ഡയബറ്റീസ് ട്രീറ്റഡ് ബൈ ഗിവിംഗ് ദ ഇഞ്ചക്ഷൻസ് ഓഫ് ദ ഇൻസുലിൻ? അപ്പോൾ ഇഞ്ചക്ഷൻ എന്തിനാണ് കൊടുക്കുന്നത്? ഇൻസുലിൻ ഇഞ്ചക്ഷൻ മീൻസ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ലെവൽ ഓഫ് ഇൻസുലിൻ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസുലിൻ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനിൽ വേരിയേഷൻ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇൻസുലിൻ ഇഞ്ചക്ഷനിൽ കൂടെ അത് അങ്ങോട്ടേക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദീസ് ഓൾ അബൌട്ട് അവർ സെക്കൻഡ് ചാപ്റ്റർ. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ക്ലിയർ ആണോ, സെറ്റ് ആണോ? അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സെക്കൻഡ് ചാപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആണോ? നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാലോ? അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? യെസ്, അടുത്ത ചാപ്റ്റർ പറയട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അടുത്ത ചാപ്റ്ററും കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. യെസ്, ഒന്ന് കമന്റ് ചെയ്തൊന്ന് ഉഷാറായി നിങ്ങൾ. Yes, okay. And next we have to discuss our chapter number 5, our environment. അപ്പോൾ ആരും പോകണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഒക്കെ ഉണ്ട് കേട്ടോ. സോ എൻവയോൺമെന്റ് എന്നുള്ള ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എക്സാമിന് ഒരു 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിന് പൊതുവേ ഉണ്ടാവാറുള്ളത്. ആൻഡ് ഹിയർ ഫസ്റ്റ് നിങ്ങൾക്ക് വേർഡ് എൻവയോൺ, അതായത് എൻവയോൺമെന്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള എൻവയോൺമെന്റ് എന്നുള്ള വേർഡിൽ നിന്നാണ്, വിച്ച് മീനിങ് സറൗണ്ടിങ്സ്. സോ എൻവയോൺമെന്റ് മീൻസ് ദ സറൗണ്ടിങ്സ് ഓർ കണ്ടീഷൻസ് ഇൻ വിച്ച് എ പേഴ്സൺ, ആനിമൽ ഓർ പ്ലാനറ്റ് ലിവ് ഓപ്പറേറ്റ്സ്. അതായത് ഒരു പ്ലാനറ്റിൽ ആനിമൽസോ അല്ലെങ്കിൽ പ്ലാന്റ്സോ ഒക്കെ തന്നെ ലിവിങ് ബീങ്സിനെ കാണുന്ന ഒരു പ്ലേസ് നമുക്ക് എൻവയോൺമെന്റ് എന്ന് പറയാം. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ ഫസ്റ്റ് ടോപ്പിക്. ചാപ്റ്റർ പറയുന്നത് ഈസിയാണ്, പക്ഷെ പഠിക്കാൻ ഹാർഡാണ്. പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ പഠിച്ചാൽ മതി കേട്ടോ. നൈട്രോ ഗെയിമറെ.
And the biogeochemical cycle means any of the natural pathways by which essential elements of living matter are circulated. അപ്പോൾ essential elements, living matters-ന് വേണ്ട essential elements circulate ചെയ്യുന്ന ഒരു പാത്തിനെയാണ് എന്ത് പറയുന്നത്, ബയോജിയോകെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. And what happens when we add our waste to the environment? അപ്പോൾ നമ്മൾ എൻവയോൺമെന്റിലൂടെ ഇതിൽ ആദ്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ ഇവിടെ ഉള്ളത്, അവർ എൻവയോൺമെന്റിൽ ഉള്ളത്. സയന്റിഫിക്കലി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതേണ്ട കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തൊക്കെയാണോ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് സയന്റിഫിക്കലി പഠിക്കേണ്ട കാര്യങ്ങൾ അത് മാത്രമേ ഞാൻ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുള്ളൂ. So what happened when we add our waste to the environment? നമ്മൾ എൻവയോൺമെന്റിലോട്ട് വേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? So the enzymes are specific action and the specific enzymes needed for the breakdown of a particular substance. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻസൈംസ് ഹെൽപ്പ് ചെയ്തിട്ട് അത് അതിനെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യാം, ഡീഗ്രേഡബിൾ എന്നും ബയോഡീഗ്രേഡബിൾ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡീഗ്രേഡബിൾ ആൻഡ് ബയോഡീഗ്രേഡബിൾ. നമ്മളെ ചുറ്റിലുള്ള സബ്സ്റ്റൻസിനെ, മൊത്തമായിട്ടുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് ഡീഗ്രേഡബിൾ എന്നും ബയോഡീഗ്രേഡബിൾ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ബയോഡിഗ്രേഡബിളും ആൻഡ് നോൺ ബയോഡിഗ്രേഡബിളും എന്തൊക്കെയാണ് രണ്ടും എന്ന് പറയുന്നത് എന്താ? Yes, degradable substances and non-biodegradable substances, two kind of substances-കളാണ്. അപ്പോൾ നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് ആൻഡ് ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞേ. ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഡിഗ്രേഡ് ചെയ്യുന്ന, ഈസിലി ഡിഗ്രേഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ്. ആൻഡ് ഡിഗ്രേഡ് ചെയ്യാത്ത സബ്സ്റ്റൻസുകളെ ആയിരിക്കും എന്താ പറയാ, നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് നമ്മളെ ഫുഡ് വേസ്റ്റുകൾ ആവട്ടെ, അതേപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ പീൽസ് ആവട്ടെ, പേപ്പർ ആവട്ടെ, അങ്ങനെയുള്ളതൊക്കെ എന്താ ബയോഡിഗ്രേഡബിൾ ആണ് അല്ലെ, ബയോളജിക്കലി ഡിഗ്രേഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ്. എന്നാൽ പ്ലാസ്റ്റിക് ആവട്ടെ, അതേപോലെ തന്നെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സിന്റെ ബാക്കി കാര്യങ്ങളാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഈസിലി ഡിഗ്രേഡബിൾ അല്ല. അപ്പൊ ഡിഗ്രേഡബിൾ അല്ലാത്ത സബ്സ്റ്റൻസുകളെയാണ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസുകൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് വൈ ആർ സബ്സ്റ്റൻസസ് ആർ ബയോഡിഗ്രേഡബിൾ ആൻഡ് സം നോൺ ബയോഡിഗ്രേഡബിൾ? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് സബ്സ്റ്റൻസുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്? സോ ദ സബ്സ്റ്റൻസസ് ആർ ക്ലാസിഫൈഡ് ആസ് ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് ബിക്കോസ് സം സബ്സ്റ്റൻസസ് ക്യാൻ ബി ഡികമ്പോസ്ഡ് ബൈ ദ മൈക്രോ ഓർഗാനിസം ആൻഡ് സം cannot. അപ്പോൾ മൈക്രോ ഓർഗാനിസംസിന്റെ ഹെൽപ്പോട് കൂടെ ഡിഗ്രേഡ് ആവുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് അതേഴ്സിനെ നമ്മൾ നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഗിവ് എനി ടു വേസ് ഇൻ വിച്ച് ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് വുഡ് എഫക്ട് ദ എൻവയോൺമെന്റ്. എങ്ങനെയാണ് ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസുകൾ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നത്? സോ ദേ മേ പ്രൊഡ്യൂസ് ഫോൾ സ്മെൽ ഓഫ് ഡ്യൂറിങ് ദ ഡികമ്പോസിഷൻ പ്രോസസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫോൾ സ്മെൽ, ഒരു ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദേ മേ പ്രൊഡ്യൂസ് ഹാർംഫുൾ ഗ്യാസസ് സച്ച് ആസ് അമോണിയ, മീഥേൻ, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര വിച്ച് ക്യാൻ ഫർദർ കോസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഗിവ് any two ways in which non-biodegradable substances would affect the environment. എങ്ങനെയാണ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് നമ്മളെ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുക? they contaminated soil and water. അപ്പോൾ സോയിൽ ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ എന്ത് ചെയ്യില്ല, അവർ ഡീകമ്പോസ് ചെയ്യില്ല. സോ ദി സബ്സ്റ്റൻസസ് ആക്സിഡന്റലി ഈറ്റൺ ബൈ ദ animals and can harm them and can even cause their death. അപ്പം ആനിമൽസ് ഒക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഡെത്ത് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റം എന്താണ് എക്കോസിസ്റ്റം? So ecosystem means all the interacting organism in an area together with the non-living constituents. അപ്പോൾ ഓർഗാനിസം പ്ലസ് ഒരു സ്പെസിഫിക് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെയുള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ് കാര്യങ്ങളുടെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കോസിസ്റ്റം. ആൻഡ് എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ബയോട്ടിക് കമ്പോണൻസ്. നമുക്ക് കമ്പോണൻസിനെ എക്കോസിസ്റ്റത്തിലെ കമ്പോണൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ബയോട്ടിക് ആൻഡ് നോൺ ബയോട്ടിക്. അപ്പോൾ ബയോട്ടിക് മീൻസ് ജീവനുള്ളത്. സോ ബയോട്ടിക് കമ്പോണൻസ് മീൻസ് ദ കംപ്രൈസിങ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിനെ പോലെയുള്ളതിനെയാണ് എന്ത് പറയാ, ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ആൻഡ് ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഫിസിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, അതേപോലെ തന്നെ റെയിൻഫാള്, വിന്റർ, സോയില്, മിനറൽസ്, ഇതൊക്കെ തന്നെ
എന്താണ് നോൺ ബയോട്ടിക് കമ്പോണൻസ് ആണ്. അപ്പൊ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, എക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, 3 മാർക്കിനൊക്കെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം, നാച്ചുറൽ എക്കോസിസ്റ്റം ഉണ്ട്, ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ഉണ്ട്. ഭയങ്കര സിമ്പിൾ ആണ്, ഒന്നുമില്ല. നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഉള്ള സംഭവങ്ങൾ, ഇപ്പം നാച്ചുറലി ഉള്ള സീ, പോണ്ട്, അങ്ങനെയുള്ള കാര്യമൊക്കെ ഇതൊക്കെ നാച്ചുറൽ എക്കോസിസ്റ്റം ആണ്. ആൻഡ് എ പ്ലേസ് വേർ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ഡിപ്പെൻഡ് അപ്പോൺ വൺ അനദർ. അതായത് ആനിമൽസും അതേപോലെ തന്നെ അവിടെയുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ ഓരോന്നിനെയും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആൻഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ അക്വേറിയം ഇല്ല, ആ സംഭവം ആലോചിച്ചാൽ മതി. അക്വേറിയം നമ്മൾ എന്താ ചെയ്യുന്നത്, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സ്ഥലമാണ്. സോ ആർട്ടിഫിഷ്യലി ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. ആൻഡ് അവിടെയുള്ള എല്ലാ മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ തന്നെ, അവിടെയുള്ള ഓർഗാനിസത്തിന് ഫുഡ് കൊടുക്കുന്നതൊക്കെ തന്നെ ആരായിരിക്കും, നമ്മൾ തന്നെയായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ അക്വേറിയത്തിലുള്ള ഫിഷിനെല്ലാം തന്നെ ഫുഡ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് 2 കൈൻഡ് ഓഫ് എക്കോസിസ്റ്റംസ് ഉള്ളത്. അപ്പൊ ഈ 2 കൈൻഡ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹിയർ നമുക്ക് എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് കമ്പോണൻസിനെ മൊത്തമായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അപ്പം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് എന്തായിരിക്കും, പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും, അതായത് ഫുഡെല്ലാം സ്വന്തം പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ആര്, പ്രൊഡ്യൂസേഴ്സ്. ദേ ആർ ഹെറ്ററോട്രോപ്സ്. ആരൊക്കെയാണ്, പ്ലാന്റ്സ് ആണ് മെയിനായിട്ട്. ആൻഡ് കൺസ്യൂമേഴ്സ്, ഇവരെ കൺസ്യൂം ചെയ്യുന്ന ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആളുകളെയാണ് എന്ത് പറയാ, കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഈ കൺസ്യൂമേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഡീകമ്പോസേഴ്സ്, ഡീകമ്പോസിഷന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഒരു ഡീകമ്പോസേഴ്സ്. ആൻഡ് ആക്ച്വലി ദ കൺസ്യൂമേഴ്സ് ആർ 3 kinds. ഏതൊക്കെയാണ്, herbivores, carnivores and omnivores. അപ്പോൾ herbivores എന്ന് പറഞ്ഞാൽ an animal that eat only plants. പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്നവരാണ് അത് herbivores എന്ന് പറഞ്ഞാൽ. ആൻഡ് carnivores എന്ന് പറഞ്ഞാൽ എന്താണ് കഴിക്കുക, ആനിമൽസിനെ മാത്രം കഴിക്കുന്നവർ, മീൻസ് ആനിമൽസിനെ, പ്ലാന്റിനെ കഴിക്കുന്നവരല്ലാത്തവർ. ഓക്കെ. ആൻഡ് അതേപോലെ തന്നെ ഓംനിവോർ എന്ന് പറഞ്ഞാലോ, രണ്ടിനെയും കഴിക്കുന്നവരാണ് ഓംനിവോഴ്സ് എന്ന് പറഞ്ഞാൽ. ആൻഡ് നെക്സ്റ്റ് ഫുഡ് ചെയിൻ ആണ്. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിസത്തിനെ മറ്റേത് കഴിച്ചു, ആൻഡ് അതിനെ ഇൻടേക്ക് ചെയ്യാൻ വേറൊന്നുണ്ട്, അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രാസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് കാണാം, പ്ലാന്റ്സിന് ഡീർ കഴിക്കുന്നു, ആൻഡ് ഡീറിനെ ടൈഗർ കഴിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഒന്ന് ഫുഡിന് വേണ്ടിയിട്ട് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫുഡ് ചെയിൻ എന്ന് പറയുക. ആൻഡ് ഫുഡ് വെബ് എന്ന് പറഞ്ഞാലോ, ഒരുപാട് ഫുഡ് ചെയിനുകൾ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫുഡ് വെബ് എന്ന് പറയുന്നുണ്ട്. സോ ഈച്ച് സ്റ്റെപ്സ് ഓഫ് എ ഫുഡ് ചെയിൻ ആർ ഫോംസ് എ ട്രോപ്പിക് ലെവൽ. അപ്പോൾ ഈ ഒരു ഫുഡ് ചെയിനിലെ ഓരോ സ്റ്റെപ്പുകളിൽ ഇതൊരു സ്റ്റെപ്പാണ്, ഇത് അടുത്ത സ്റ്റെപ്പാണ്, ഇത് അടുത്ത സ്റ്റെപ്പാണ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളെയും നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, ഓരോന്നിനെയുമാണ് നമ്മൾ ട്രോപ്പിക് ലെവൽ എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് ട്രോപ്പിക് ലെവലും സെക്കൻഡ് ട്രോപ്പിക് ലെവലും തേർഡ് ട്രോപ്പിക് ലെവലും അങ്ങനെ ഒരുപാട് ട്രോപ്പിക് ലെവൽസ് ഉണ്ട്. സോ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ വരിക ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് ആണ് ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ. ആൻഡ് ദേ ഫിക്സ് അപ്പ് solar energy and make it available for the heterotrophs or consumers. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിലുള്ള ആളുകൾ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഫുഡെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഹെർബിവോഴ്സ് ഓർ പ്രൈമറി കൺസ്യൂമേഴ്സ് കംസ് ഓൺ ദ സെക്കൻഡ് ട്രോപ്പിക് ലെവൽ. സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ വരിക ഇവരെ കഴിക്കുന്നവരാണ്, അതായത് ഈ ഒരു ഹെർബിവോഴ്സിനെ, പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്ന ആളുകളായിട്ടുള്ള ഹെർബിവോഴ്സ് ആണ് ഇതിൽ വരിക സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ വരുന്നത്. അതിൽ വരുന്നത് സ്മോൾ കാർണിവോഴ്സും അങ്ങനെയുള്ള സ്മോൾ കാർണിവോഴ്സും അതേപോലെ തന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ വരിക തേർഡ് ആൻഡ് ട്രോപ്പിക് ലെവലിൽ വരുന്നത്. ആൻഡ് ലാർജ് കാർണിവോഴ്സ് എല്ലാം തന്നെ വരുന്നത് ഫോർത്ത് ട്രോപ്പിക് ലെവലിലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രോപ്പിക് ലെവൽസ് ആയിട്ട് പറയാം. ഇപ്പോൾ ട്രോപ്പിക് ലെവലിൽ ഫസ്റ്റ് ട്രോപ്പിക് ലെവലാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, ആൻഡ് പ്രൈമറി കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ഹെർബിവോഴ്സ് ആയിരിക്കും ഇവിടെ വരിക സെക്കൻഡ് ട്രോപ്പിക് ലെവൽ. ആൻഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള കാർണിവോഴ്സ് ആയിരിക്കും ഇവിടെ വരിക തേർഡ് ട്രോപ്പിക് ലെവലിൽ വരിക. ആൻഡ് ഫോർത്ത് ട്രോപ്പിക് ലെവലിൽ ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ടോപ്പ് കാർണിവോഴ്സ് ആയിരിക്കും വരുന്നത്. ആൻഡ് ഓട്ടോട്രോപ്സ് ക്യാപ്ചർ ദ എനർജി പ്രസന്റ് ഇൻ സൺലൈറ്റ് ആൻഡ് കൺവേർട്ട് ഇൻ ടു കെമിക്കൽ എനർജി. അപ്പോൾ ഓട്ടോട്രോപ്സ് എന്താ ചെയ്യുന്നത്, ഓട്ടോട്രോപ്സ് ചെയ്യുന്നത് സൺലൈറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് സൺലൈറ്റിലുള്ള എനർജി യൂസ് ചെയ്തിട്ട് അതിന് കെമിക്കൽ എനർജി ത്രൂ ദ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് അല്ലേ, ഫോട്ടോസിന്തസിസ്. ഓക്കെ. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ കൂടെ എനർജി കൺസ്യൂം ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു എനർജി സപ്പോർട്ടാണ് ഫോട്ടോസിന്തസിസ് കൂടെ, സൺലൈറ്റിൽ കൂടെ കിട്ടുന്ന എനർജി സപ്പോർട്ടാണ് ലിവിങ് ഓർഗാനിസത്തിന് വരുന്നത്. ആൻഡ് ഫ്രം ദ ഓട്ടോട്രോപ്സ് ദ എനർജി, അതായത് ഓട്ടോട്രോപ്സിനെ ഫുഡായിട്ട്, അതായത് പ്ലാന്റ്സിന് ഫുഡായിട്ട് ഈ ഹെറ്ററോട്രോപ്സ് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് വെൻ വൺ ഫോം ഓഫ് എനർജി ഈസ് ചേഞ്ച്ഡ് ടു അനദർ, സം എനർജി ഈസ് ലോസ്റ്റ് ടു ദ എൻവയോൺമെന്റ് ആൻഡ് in forms which cannot be used again. അപ്പോൾ ഇവിടെ ഒരു എനർജി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്.
ആൻഡ് അതൊരു യൂണിഡയറക്ഷണൽ ആയിരിക്കും. ആൻഡ് ദ ഫ്ലോ ഓഫ് എനർജി ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻസ് of the environment has been extensively studied, and it has been found that greener plants in a terrestrial ecosystem capture 100% of energy from sunlight that fall on their leaves and convert it into food energy. അപ്പോൾ സ്റ്റഡീസിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഗ്രീൻ പ്ലാന്റ്സ് എല്ലാം തന്നെ 100% എനർജി സൺലൈറ്റിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഫുഡ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ആര് യൂസ് ചെയ്യുന്നത്? അതർ ഓർഗാനിസംസ് യൂസ് ചെയ്തത്. Okay, and when the greener plants are eaten by the primary consumers, അപ്പോൾ ഈ ഗ്രീനർ പ്ലാന്റ്സിന് ഡയറക്ട്ലി കഴിക്കുന്ന ചെറിയ ഹോബിവേഴ്സ് ഒക്കെ അല്ലേ, അവരെയാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. സോ എ ഗ്രേറ്റ് എനർജി ഡീൽ ഓഫ് ദ എനർജി ഈസ് ലോസ്റ്റ് ആസ് ദ ഹീറ്റ് to the environment. Some amount goes into the digestion and in doing work, and the rest goes towards the growth and reproduction. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന എനർജിയിൽ കുറച്ച് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്, ബാക്കി കുറച്ച് അവരുടെ ഡൈജഷന്, ബാക്കി റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ആ ഒരു എനർജി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഏവറേജ് ഒരു 10% ഓഫ് ദ ഫുഡ് ഈറ്റൺ ഇൻ ടേൺ ഇൻ ടു ഇറ്റ്സ് ഓൺ ബോഡി and made available for the next level of consumers. And എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10% നെക്സ്റ്റ് ലെവലിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ therefore 100% can be taken as the average value for the amount of organic matter that is present of the each step and reach the next level of consumers. അങ്ങനെയാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് കൺസ്യൂമേഴ്സിലോട്ട് എത്തുന്നത്. ആൻഡ് അതേപോലെ തന്നെ since so the little energy is available for the next generation of the consumers, and ഇങ്ങനെ എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. And there are generally number of individuals at the lower topic level of the ecosystem, the greater number of the producers. അങ്ങനെ ആ ഒരു നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ the length of the complexity of the food chain was greatly, and each organism is generally eaten by the two or more other kinds of organism, and which in turn by eaten by several organism, and so instead of a straight line of food chain. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഫുഡ് ചെയിനിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഒന്നിൽ കൂടുതൽ ഓർഗാനിസം, ഈ ഒരു ഓർഗാനിസത്തിന് തന്നെ ഇതാ കണ്ടോ, ഈ ഒരു റാറ്റിനെ തന്നെ ആര് കഴിക്കുന്നുണ്ട്? ഈ ഒരു ഓർഗാനിസത്തിന് തന്നെ ഇവർ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓർഗാനിസം തന്നെ ഒരൊറ്റ ഓർഗാനിസത്തിന് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരാളെ തന്നെ മറ്റ് ഒരുപാട് പേർ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ചെയിനുകൾ കൺസിസ്റ്റ് ചെയ്തതാണ് ഇത് ഒരു ഫുഡ് വെബ് എന്ന് പറയുന്നത്. സോ എനർജി ഫ്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കൂടുതൽ എനർജി, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. സോ ഫസ്റ്റ്ലി ദ ഫ്ലോ ചാർട്ട് എനർജി ഈസ് യൂണിഡയറക്ഷണൽ. ഇവിടെ എന്താണ്? എനർജി യൂണിഡയറക്ഷണൽ ആണ്. ആൻഡ് ദ എനർജി ദാറ്റ് ക്യാപ്ചർഡ് ബൈ ദ ഓട്ടോട്രോപ്സ് ഡസ് നോട്ട് റിവേർട്ട് ബാക്ക് ദ സോളാർ ഇൻപുട്ട്. അതായത് ഈ എനർജി ഇവിടെ ഓട്ടോട്രോപ്സ് ഇൻടേക്ക് ചെയ്ത എനർജി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഇവർ ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നില്ല. ഇതിങ്ങനെ മേലോട്ട് പോവാണ്. അപ്പോൾ അതിന് എന്താ വിളിക്കുന്നത്? യൂണിഡയറക്ഷണൽ ആണ്. ആൻഡ് അനദർ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ food in the food chain is how knowingly some harmful chemical enters to our body through the food chain, and one of the reason is the use of several pesticides. അപ്പം ഈ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പെസ്റ്റിസൈഡ്സിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പെസ്റ്റിസൈഡ്സിൽ കൂടെ ഒരുപാട് കെമിക്കൽസ് എല്ലാം തന്നെ ഈ ഫുഡിൽ കൂടെ നമ്മളെ ബോഡിയിലോട്ട് എൻറ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ആസ് ദ ഹ്യൂമൻ ബീങ്സ് occupy the top level in any food chain, the maximum concentration of these chemicals get accumulated in our bodies, and ഇതിനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. 1 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെന്ത് ചെയ്യാം? ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ആരും ലീവ് ചെയ്യേണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഉണ്ട്, ആരും ഇത് മറക്കണ്ട കേട്ടോ. ആൻഡ് വാട്ട് ആർ ട്രോപ്പിക് ലെവൽസ്? എന്താണ് ട്രോപ്പിക് ലെവൽ? എക്സാമ്പിൾസും ചോദിച്ചിട്ടുണ്ട്. ട്രോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രോപ്പിക് ലെവൽ ആണ് ദ സ്റ്റെപ്പ് ലെവൽ ഓഫ് എ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിനിലെ ആ ഒരു സ്റ്റെപ്പ് ലെവൽസിനെയാണ് നമ്മൾ ട്രോപ്പിക് ലെവൽസ് എന്ന് പറയാം. അതിലാരൊക്കെ ഉണ്ട്? പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ട്രോപ്പിക് ലെവലിൽ പ്രസന്റ് ആണ്. ആൻഡ് ഡീകമ്പോസേഴ്സിന്റെ റോള് ചോദിച്ചിട്ടുണ്ട്. എക്കോസിസ്റ്റത്തിൽ ഡീകമ്പോസേഴ്സിന്റെ റോള്. അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്താ ചെയ്യുന്നത്? ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീകമ്പോസേഴ്സ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ആൻ എക്കോസിസ്റ്റം, ആൻഡ് ദേ ബ്രേക്ക് അപ്പാർട്ട് ഡെഡ് ഓർഗാനിസത്തിനെ ബ്രേക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ എനർജി സോഴ്സ് ആയിട്ട് കണ്ടെത്തുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്
ഹൗ ഡു അവർ ആക്ടിവിറ്റീസ് എഫക്ട് അവർ എൻവയോൺമെന്റ്? ജനറലൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റിയ ഒരുപാട് കാര്യമുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ മീൻസ് O3. എന്താണ് ഓസോൺ? ഓസോൺ ഈസ് എ മോളിക്യൂൾ ഫോംഡ് ബൈ 3 oxygen ആറ്റംസ് ഓഫ് ദ ഓക്സിജൻ. അതായത് 3 ഓക്സിജൻ ആറ്റംസ് കൂടി ചേർന്ന് O2ന്റെ വേറൊരു ഫോം. മീൻസ് O2 എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ആണ്. O3 എന്ന് പറഞ്ഞാൽ 3 ഓക്സിജൻ കൂടി ചേരുമാണ് O3 ഫോം ചെയ്യുന്നത്. ആൻഡ് ഓസോൺ ഈസ് എ ഡെഡ്ലി പോയിസൺ ആണ്. ആൻഡ് അറ്റ് ദ ഹയർ ലെവൽ ഓഫ് ദ അറ്റ്മോസ്ഫിയറിന്റെ ഹയർ ലെവലിലോട്ട് പോയാൽ ഓസോൺ ഒരു എസെൻഷ്യൽ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? അതൊരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സർഫസ് ഓഫ് ദ എർത്തിൽ ഷീൽഡായിട്ട്, ആൻഡ് UV റേഡിയേഷൻ ഫ്രം ദിസ് ആണ് അതൊരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു UV റേഡിയേഷൻ നമുക്കറിയാം ഹൈലി ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആണ്. ആൻഡ് അതിൽ നിന്ന് ഒരു ഷീൽഡായിട്ട് ഈ O3 ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓസോൺ അറ്റ് ഹയർ ലെവൽ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് പ്രൊഡക്റ്റ് ഓഫ് ദ UV റേഡിയേഷൻ ആക്ടിങ് ഓൺ എ ഓക്സിജൻ മോളിക്യൂൾ. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, O2 പ്ലസ് UV റേഡിയേഷൻ കമ്പൈൻ ചെയ്യുമ്പോൾ O+O ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഈ O2 പ്ലസ് ഈ O അങ്ങനെയാണ് ആര് ഫോം ചെയ്തിട്ടുള്ളത്? ഓസോൺ ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ ബിഗൻ ടു ഡ്രോപ്പ് ഷാർപ്ലി ഇൻ ആൻഷ്യൻ ഡേയ്സ്. അതായത് ആൻഷ്യൻ ഡേയ്സിൽ ഷാർപ്പായിട്ട് ഈ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഈ ഓസോൺസ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെയായിരുന്നു ദിസ് ഡിക്രീസ് ഹാസ് ബീൻ ലിങ്ക്ഡ് ടു ദ സിന്തറ്റിക് കെമിക്കൽസ് ലൈക്ക് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എല്ലാം തന്നെ ഫോം ചെയ്തിട്ട് അതെല്ലാം തന്നെ റെഫ്രിജറേറ്ററിലും അതേപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്വിഷറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓസോണിനെ കുറിച്ച് ഓർത്ത് വയ്ക്കുക. ആൻഡ് എങ്ങനെയാണ് നമുക്ക് നമ്മളെ ഗാർബേജ് വേസ്റ്റുകൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റൽസിലും വലിയ മാൾസിലൊക്കെ പോയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ? പേപ്പർ ഒരു ബാസ്ക്കറ്റിൽ മീൻസ് ഒരു വേസ്റ്റിൽ ഡിസ്പോസ് ചെയ്യുക, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധിവരെ നമുക്ക് വേസ്റ്റ് നമ്പർ കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് ഓസോൺ ആൻഡ് ഹൗ ഇറ്റ് ഡസ് എഫക്ട് ഇൻ ദ എക്കോസിസ്റ്റം? എന്താണ് ഓസോൺ? ഓസോൺ എന്ന് പറഞ്ഞാൽ ഹാംഫുൾ ഗ്യാസ് ആണ് പ്രസന്റ് ഇൻ ദ ഹൈ അപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ആൻഡ് ഓസോൺ എങ്ങനെയാണ് എക്കോസിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നത്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ എർത്ത് ഫ്രം ദ ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് സച്ച് സൺ വിച്ച് ക്യാൻ ലഡ് ടു ദ സ്കിൻ ക്യാൻസർ, കാറ്ററാക്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു UV റേസിന്റെ ഒരു ഷീൽഡായിട്ട് ഓസോൺ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൗ ക്യാൻ യു ഹെൽപ്പ് ഇൻ റിഡ്യൂസിങ് ദ പ്രോബ്ലംസ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ? നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? വേസ്റ്റ് എല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യാം. ബയോഡിഗ്രേഡബിൾ എന്നും നോൺ ബയോഡിഗ്രേഡബിൾ എന്നും സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജനറലൈസ് ചെയ്തിട്ട് എഴുതുക. ആൻഡ് ഇതാ തിരിച്ചു വന്നോളൂ, നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ പ്രൈസ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സെഷൻ? ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയിലോട്ട് കടക്കുന്നതിൻ്റെ മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സെഷൻ? ഇന്നിപ്പോൾ വീക്കെൻഡ് നൈറ്റൊക്കെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ടൈം നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സെഷൻ? അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്തേ. സോ എങ്ങനെ ഉണ്ടായിരുന്നു? കമൻറ്റ് ചെയ്തടാ. എങ്ങനെയുണ്ട് നമ്മളെ സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നോ? നിങ്ങൾ കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ പറയുള്ളൂ. ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയിൽ ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടണമെന്നുണ്ട്. വേഗം പറ. എന്ത് സെഷൻ? ക്ലിങ്ങൻ സെക്ഷനോ? ക്ലിങ്ങൻ സെഷൻ നല്ല സിനിമ ഡയലോഗ് വേണോ? സ്പീഡ് കൂടി പോയ സംശയം. നൈട്രോ ഗെയിമർ നീ രാവിലെ നീ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയിട്ടല്ല സ്പീഡ്. ഓരോരുത്തർക്കും ഓരോ സ്പീഡല്ലേടാ. അപ്പടാ നൈട്രോ ഗെയിമർ എന്ത് ചെയ്യുക? ഒന്നും കൂടെ കണ്ടു നോക്കും കേട്ടോ. ഓക്കേടാ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേന്റെ പാർട്ടായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസിനെ കുറിച്ചുള്ള ഒപ്പീനിയനും കൂടെ ആ ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ കൂടെ നിങ്ങൾ കമന്റ് ചെയ്യണം. അത് മസ്റ്റ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സെഷൻ ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ആൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേന്റെ ഇമ്പോർട്ടൻസ് മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഇന്ന് മിസ് ഒരു ക്വസ്റ്റ്യൻ പറയും. അതിന്റെ ആൻസർ നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ലൈവ് ചാറ്റിലല്ല, ഈ ലൈവ് സേവ് ആയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ അതിന്റെ ഒരു ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ആൻസർ ആയിരിക്കണം. പ്ലസ് ആ ഒരു ആൻസറിന്റെ കൂടെ നമ്മളെ ആ സെയിം കമന്റിൽ തന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം. ആൻഡ് നിങ്ങളുടെ കമന്റിൽ ഏത് കമന്റിനാണോ നാളെ വൈകിട്ട് 5 മണിക്കുള്ളിൽ മാക്സിമം ലൈക്ക് കിട്ടുന്ന കമന്റ്, ആ ഒരു കമന്റിനായിരിക്കും കറക്റ്റ് ആൻസറും ആയിരിക്കണം, ക്ലാസ്സിന്റെ ഒപ്പീനിയനും ഉണ്ടായിരിക്കണം. ആ ഒരു കമന്റിനായിരിക്കും എന്തുണ്ടാവുക?
Where should we give the answer? Comment box ഇടാം. ആ ഒരു കമന്റ് ബോക്സിലാണ് യു ഷുഡ് ആൻസർ ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ ശ്രീനന്ദൻ. ഓ എനിക്ക് പറഞ്ഞതാണോ ക്ലിങ്ങർ എന്ന്? ഓ ആയിക്കോട്ടെ. അപ്പോൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. നെയിം ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിച്ച് ഹെൽപ്പ് ടു ഇവോക്ക് സെൻസേഷൻസ് ഇവോക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിന്റെ വാർത്ത എല്ലാ മക്കൾക്കും അറിയാം. ഇവിടെ ആരും കമന്റ് ചെയ്യേണ്ട, നമ്മുടെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്താൽ മതി ലൈവ് സേവ് ആയതിനു ശേഷം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 350 റുപ്പീസ് ആണ്. 350 റുപ്പീസ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പ്ലസ് നിങ്ങൾ കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യുക. ശേഷം മാക്സിമം ലൈക്ക് കിട്ടുന്ന കമന്റ് നിങ്ങൾ തന്നെ നിങ്ങളാക്കുക. നാളെ വൈകിട്ട് 5 മണി വരെയാണ് സമയം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് ഇത്രയാണ് നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. കമന്റ് ബോക്സ് ഇപ്പൊ കാണൂല, നൈട്രോ ഗെയിമറെ ലൈവ് സേവ് ആയാൽ മാത്രമേ കമന്റ് ബോക്സ് കാണുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ്. സോ എനിവേ താങ്ക് യു ആൻഡ് ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.